ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ. ഈ CD റൈഡ് വരുന്നത് നമ്മുടെ ഒരു വ്യവസ്ഥ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് അത് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അന്നത്തെ ഹോം മിനിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണൻ സാർ എന്ന് വിളിച്ച് ചോദിച്ചു ചെയ്ത് കൊണ്ട് വല്ല ഗുണമുണ്ടാവാനുണ്ടോ? അവൻ ഗുണമൊക്കെ ഉണ്ടായി. കോടിക്കണക്കിന് 1000 കോടിക്കണക്കിന് ഒക്കെ പൈസ വ്യാജമായ CD നമ്മൾ പിടിക്കുമ്പോൾ പിന്നെ ആളുകൾക്ക് CD കിട്ടാതെയായി. അവരെല്ലാം സിനിമ ഹാളിൽ പോയി സിനിമ കാണാൻ തുടങ്ങി. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു നിയമമാണ് അത്. ഇതുവരെ ഇന്ത്യ രാജ്യത്തിൽ ഒരു സ്ഥലത്തിലും അത് നടപ്പാക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയം. മദ്യം ഇല്ലായിരുന്ന സമയത്ത് കള്ളവാറ്റ് നടത്തുന്നത് കൂടുന്നില്ലേ? 1 കിലോ താഴെ ആണെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ ജാമ്യം തരണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഒരു ഓർഡർ തന്നു. നമ്മളെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? 800 ഗ്രാം 900 ഗ്രാമിൻ്റെ ഒരു 1000കണക്കിന് പാക്കറ്റുകൾ ഉണ്ടാക്കി ഇങ്ങോട്ട് അയച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇയാളെ പിടിച്ചിട്ട് വന്നതിന് മുമ്പ് വക്കീൽ അവിടെ കാത്തിരിക്കുക. അവരുടെ നെറ്റ്വർക്ക് ഇത്രയൊക്കെ സ്ട്രോങ് ആണ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, അവിടെയാണ് ഇതിൻ്റെ ഓപ്പിയമിൻ്റെ ഇതിൻ്റെ കൃഷി ഉണ്ടാവുന്നത്. ഇപ്പോൾ അവിടെ ഡ്രോൺ വഴിയാണ് ഇത് സാധനങ്ങൾ വരിക. ആരോ ഡ്രോൺ വഴി വന്നിട്ട് ഇത് താഴെയിട്ട് ഡ്രോൺ തിരിച്ചു പോകും. കഞ്ചാവ് 5 ഗ്രാം വരെ ഒക്കെ സാർമാർ അനുവദിച്ചല്ലോ. ഇനിയും ഇത്തിരി 2 ഗ്രാം ഒരു ഹെറോയിൻ ഒന്ന് ചെയ്താൽ കൊള്ളാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഋഷിരാജ് സിംഗ് സാറാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് സാർ, നമസ്കാരം. സാറിന് ശരിക്കും ഈ പോലീസ് സിനിമകളിലുള്ള ഒരു ഇമേജ് ഉണ്ട്. പോലീസുകാർക്ക് പോലീസ് സിനിമകളിൽ വേറൊരു തരം ഇമേജാണ്. ജനങ്ങൾ സദാ കൈയടിക്കുന്നൊരു ഇമേജ് ഉണ്ട്. സാറിൻ്റെ എല്ലാ സർവീസുകളിലും ഈ കൈയടി കിട്ടിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അത്തരമൊരു ഇമേജ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ സ്വപ്നങ്ങളിൽ കാണുന്നതാണ് അത്തരത്തിലുള്ള ഇമേജ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോഴും അത്തരം കൈയടി നേടാൻ ഒരു ഹാർഡ് വർക്കിംഗ് ആവശ്യമാണ്. അത് സാർ എങ്ങനെയാണ് നിരന്തരമായിട്ട് അത് അങ്ങനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പോലീസ് അക്കാഡമിയിൽ പഠിപ്പിക്കുന്നത് ഏത് ജോലി നമ്മൾ കയ്യിൽ കിട്ടിയാലും അത് നമ്മൾ കഴിയുന്ന വരെ നമ്മളുടെ കഴിവനുസരിച്ച് അത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിപ്പോൾ കേരള പോലീസ് ആണെങ്കിൽ അതിനകത്ത് IPS ഓഫീസേഴ്സിന് പോലീസ് കൊണ്ട് മാത്രമല്ല അവർ നിയമിക്കുക. ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ബെവറേജ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല വേറെ മേഖലകളിലും നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനെ അവിടെ പണ്ടേ മുതൽ നിയമിക്കാറുണ്ട്. അപ്പോൾ ഓരോരോ ജോലി ഓരോരോ പദവിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക സ്വഭാവമുള്ള ദൈത്വമുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് ഫലിക്കാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ സാധാരണ പോലീസിൽ ചെയ്യുന്ന പോലെയല്ല അവിടെ കാര്യങ്ങൾ. അവിടെ റോഡ്, വാഹനങ്ങൾ അത് നോക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ RTO ഇപ്പോൾ ലൈസൻസുകൾ എങ്ങനെ ഉണ്ട്, ആളുകൾ ലൈസൻസുകൾ എടുക്കുന്നുണ്ടോ, ലൈസൻസിന് വേണ്ടി ടെസ്റ്റുകൾ നടത്തുന്നുണ്ടോ, പിന്നെ അവർ ടാക്സ് ഗുഡ്സ് വാഹനങ്ങളിൽ ടാക്സ് കിട്ടുന്നുണ്ടോ, അതിന് പുറമേ ഇപ്പോൾ ഒരു പുതിയ ആസ്പെക്റ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് തുടങ്ങിയിരിക്കുന്നത് റോഡ് അപകടങ്ങൾ. ഇന്ത്യ രാജ്യത്തിൽ റോഡ് അപകടങ്ങൾ പണ്ടേ മുതലാണ്. ഇവിടെ 2 രീതിയിലാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, രണ്ടാമത്തെ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട്. ഇന്ത്യ രാജ്യത്തിൽ പ്രത്യേകിച്ച് ഒരു 95% അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണ്, നിയമപാലന ഇല്ലാത്തത് കൊണ്ടാണ്. ഹെൽമെറ്റ് വെക്കില്ല, നമ്മുടെ സീറ്റ് ബെൽറ്റ് വെക്കില്ല, സ്പീഡ് ഗവർണർ വെക്കില്ല. ഇതൊക്കെ നിയമങ്ങളിൽ സർക്കാർ 40 വർഷം മുമ്പ് വന്ന നിയമങ്ങൾ കൊണ്ടുവന്നതാണ്. പക്ഷേ ഏറ്റവും അവർ പാലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ലോക്കൽ പോലീസിനും ഉണ്ട്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ആ നിയമങ്ങൾ പാലിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം കൊണ്ട് വേണം നമുക്ക് അവിടെ ജോലി ചെയ്യാൻ. ഒരു പോലീസ് ഓഫീസറായിട്ട് നോക്കാൻ കാര്യമില്ല. നമ്മൾ അതേ ഒരാളെ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈൻ ചെയ്യാം, അത് ശരി.
പക്ഷെ അതല്ല നമ്മൾ മെയിൻ ഉദ്ദേശം അവിടെ അവർ പാലിപ്പിക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ ഇത് ധരിച്ചാൽ നിനക്ക് ഗുണമെന്നാണ്, ഇത് ധരിച്ചില്ലെങ്കിൽ താങ്കൾക്ക് നഷ്ടമെന്നാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ഉദാഹരണത്തിൽ ഒരു സാമാന്യ കാര്യങ്ങളും ആളുകൾക്ക് ജനങ്ങൾക്ക് ഒന്നും അറിയില്ല. ഈ 100 ആൾ എവിടെയെങ്കിലും ഒരു അപകടത്തിൽ കേരളത്തിൽ മരിക്കുകയാണെങ്കിൽ 70 ആൾ മരിക്കുന്നത് 2 വീലേഴ്സ് ഡ്രൈവേഴ്സാണ്. 75% നമ്മൾ മരണങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ തലയിൽ ഉണ്ടായ പരിക്ക് സംബന്ധിച്ചാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണല്ലേ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയപ്പോൾ ആളുകളെല്ലാം അത് വയ്ക്കാൻ തുടങ്ങി. അവർക്ക് കാര്യം മനസ്സിലായി. വി ടോൾഡ് ദം ഇത് നിങ്ങളെ കൊണ്ട് ഫൈൻ അടിപ്പിക്കാനും വേണ്ടിയുള്ള നടപടിയല്ല ഇത്, താങ്കളുടെ ജീവിതം രക്ഷപ്പെടുത്താനും വേണ്ടിയാണ്. നൗ 97-98% പീപ്പിൾ ഇൻ കേരള ദേ നൗ വെയർ ഹെൽമെറ്റ്. അവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഒരു 100% കൂടെ സാക്ഷരം സംസ്ഥാനവും കൂടിയാണല്ലോ, അതും അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നിയമങ്ങൾ കൂടുതൽ നടപ്പാക്കുക എന്നാണ് അവിടുത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം. പക്ഷേ അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ വേറെ തരത്തിലുള്ള ഒരു വലിയ വെല്ലുവിളികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ സ്കൂൾ കോളേജുകളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ലഹരി വസ്തുക്കൾ വളരെ വ്യാപകമായ രീതിയിൽ കുട്ടികൾ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സൈസ് കമ്മീഷണർ എന്ത് ചെയ്യണം? എക്സൈസ് കമ്മീഷണർ ഇതിൻ്റെ പുറത്തുനിന്ന് ഈ സാധനങ്ങൾ വരുന്നുണ്ട് മറ്റേ സംസ്ഥാനം, തീർച്ചയായിട്ടും അത് നമ്മുടെ റോഡ് മാർഗവും കടൽ മാർഗവും എയർപോർട്ട് വഴിയും പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ അവർ റെയിൽവേ വഴിയും അത് വരുമ്പോൾ കൺസേൺ ഏജൻസിൻ്റെ സഹായം കൊണ്ട് കൂടുതൽ സാധനങ്ങൾ കുട്ടികളുടെ കയ്യിൽ പോകാതെ നോക്കണം. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടി ഞങ്ങളുടെ. പക്ഷെ അതേസമയം ഈ കുട്ടികളെ ആദ്യത്തെ നമ്മൾ അവരോട് നമ്മൾ ബോധിപ്പിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അവർ കഴിക്കുന്നത്, അവർ എന്തിനു കഴിക്കുന്നു അവർക്ക് പോലും ചിലപ്പോൾ അറിയില്ല. ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്, ഏത് സാധനം കഴിക്കാൻ പാടില്ല പോലും സ്കൂൾ കുട്ടികൾക്ക് കാര്യങ്ങൾ അറിയില്ല. 4000 സ്കൂളുകളിൽ ഇപ്പോൾ ഏകദേശം ഞാൻ പോയിട്ടുണ്ട്. 4000 സ്കൂളിൽ കുട്ടികളോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ലഹരി വസ്തു എന്താണ്, നിനക്ക് ഒരു ഗുളി കണ്ടാൽ തിരിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ ഇത് ലഹരി വസ്തുവാണോ, ലഹരിൻ്റെ ഗുളിയാണോ? ആർക്കും ഒന്നും അറിയില്ല. കാരണം സ്കൂളിൽ ഇതിനെ സംബന്ധിച്ച് പഠനമില്ല, ഒരു പാഠം പോലും അവർ പഠിപ്പിക്കുന്നില്ല. 10 വർഷമായിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ കുറേ പാഠങ്ങൾ എഴുതി ഗവൺമെൻറ്റിൽ ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ അത് എന്തും ഇതുവരെ അത് വന്നിട്ടില്ല. ലഹരി വസ്തു എന്താണെന്ന പോലെ അറിയാത്ത കുട്ടിനോട് ഇത് കഴിക്കരുതെന്ന് പറയാൻ വല്ല കാര്യമുണ്ടോ? അതിന് ഒരു അടിസ്ഥാനമില്ല. അപ്പോൾ ഞാൻ തന്നെ സ്കൂളുകളിലൊക്കെ പോയി ആദ്യത്തെ കുട്ടികളോട് സംസാരിച്ചു. ഇപ്പോൾ തന്നെ ഇനിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ അവരോട് ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ അവരോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അത് സാധനം എന്താണ്, ഇതിൻ്റെ പരിഭാഷ എന്താണ്, പുകയില സാധനം എന്താണ്, ലഹരി വസ്തു എന്താണ്, പുകയില സാധനത്തിലും പുകയിലേൻ്റെ ഒരു ലഹരി വസ്തുവും പിന്നെ കഞ്ചാവിൻ്റെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ 100ഓളം ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് നേരിട്ട് മനസ്സിലാവുന്നു. പക്ഷെ അത് ഞാൻ മാത്രം ചെയ്ത പോലെ, ദിസ് ഹാസ് ടു ബി ഡൺ ബൈ ഓൾ പീപ്പിൾ. ഓൾ പീപ്പിൾ എന്ന് പറഞ്ഞു വെച്ചാൽ എന്നെ പോലെയുള്ള മറ്റ് പോലീസ് ഓഫീസേഴ്സ്, എക്സൈസ് ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ഈവൻ ആസ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, MLA, MP, ജില്ലാ കളക്ടർമാർ, ജില്ലാ SP-മാർ എല്ലാം ഒരു മാസത്തിൽ ഒരു ക്ലാസ് പോലും അവരുടെ അടുത്തുള്ള ഒരു ക്ലാസ് പോലും എടുത്താൽ എത്ര ഗുണമുണ്ടാവുമെന്ന് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2 ലക്ഷം ക്ലാസ്സാണ് ഒരു വർഷത്തിൽ വേണ്ടത്. അതിന് ആ നിഗമനത്തിലെത്താനുള്ള അതിന് അടിസ്ഥാനം എന്താണ്? 20,000 സ്കൂളുകൾ കേരളത്തിലെ ചെറിയ സ്കൂളുകളും വലിയ സ്കൂളുകളും സർക്കാർ സ്കൂളും ഓട്ടോണമസ് സ്കൂളും പ്രൈവറ്റും എല്ലാം നോക്കിയപ്പോൾ എയ്ഡഡ് സ്കൂളും 20,000 സ്കൂളുകളാണ്. 7,000 കോളേജുകളുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു പ്രാവശ്യം പോയാലും ആ ക്ലാസ്സിൽ നമ്മൾ പോയാലും സാധാരണ 100 കുട്ടികൾ ഇല്ലെങ്കിൽ 200 കുട്ടികൾ വരും.
ഒരു സ്കൂളിൽ അവർ പൊതുവെ 1800 മുതൽ 2000 കുട്ടികൾ ഒരു സ്കൂളിലോ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2000 സ്ട്രെങ്ത്തിലുള്ള ഒരു കുട്ടിക്ക് ഞാൻ പോയി ഒരു വർഷത്തിൽ ഒരു ക്ലാസ് എടുത്താലും അവർ 200 കുട്ടികൾക്ക് അല്ലേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. 1800 കുട്ടികളെ ഇനിയും ആരോ വന്ന് അവിടെ പഠിപ്പിക്കണം. അത് ആര് ചെയ്യും? അപ്പോൾ ഇത് ഒരു എക്സൈസ് കമ്മീഷണർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദൗത്യം മാത്രമല്ല, ആദ്യത്തെ കുട്ടികളോട് ബോധവൽക്കരണം ഒരുപാട് ആളുകൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നു പോയി നടത്തുക എന്നാണ് അതിൻ്റെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയാൻ പറഞ്ഞാൽ അതിന് കാരണം കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ നടപടി എടുക്കാൻ തയ്യാറാവണം. ടീച്ചർമാരാണെങ്കിൽ സ്കൂളിൽ ആരാണ് ഇത് വിതരണം ചെയ്യുന്നത്, വിൽപ്പന ചെയ്യുന്നത്, കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള 1-2 കുട്ടികളെ ഉണ്ടാവുള്ളൂ. ഒരു സ്കൂളിലെ 1% കൂടുതൽ കുട്ടികൾ ഇതിനെ സംബന്ധിച്ച് ഉണ്ടാവാറില്ല. അവർക്ക് എവരായിട്ട് നടപടി എടുക്കണം, അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർ പിന്നെയും മനസ്സിലായില്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കണം, അവരെ പേരൻസിനെ അറിയിക്കണം. അത് കേരളത്തിൽ ഇതുവരെ നടക്കാത്ത സംഭവമാണ്. എത്രയും ഉണ്ടായിട്ടും വീട്ടിലാണെങ്കിൽ പാരൻസ് കുട്ടി ഇത് കഴിക്കാൻ തുടങ്ങി അറിഞ്ഞിട്ടും അവർ മിണ്ടാതെ ഇരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരെന്തു പറയും, അയൽവാസിക്കാരെന്തു പറയും, ബന്ധുക്കളെന്തു പറയും. ആ നാണം കൊണ്ട്, അടിസ്ഥാനമില്ലാത്ത ഒരു നാണമാണ്, ആ നാണം കൊണ്ട് അവർ മിണ്ടാതെ ഇരിക്കുന്നു. മിണ്ടാതെ ഇരുന്നാലും ഈ കുട്ടിക്ക് ഗുണമൊന്നുമില്ല. ഇതിൻ്റെ കുട്ടീൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുന്നു. സൈക്കോളജി പറയുന്നത് കുട്ടികളും അവർ സ്മാർട്ടാണ്. അവർക്ക് തിരിച്ച് മനസ്സിലായി, പാരൻസ് അറിഞ്ഞ് കഴിഞ്ഞു ഞാനിത് കഴിക്കുന്നുണ്ട്, എന്നിട്ടും പാരൻസ് മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് നോക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് നേരത്തെക്കാൾ കൂടുതൽ കഴിക്കാൻ പറ്റും. അത് ആ രീതിയിൽ അവർ പ്രതികരിക്കുന്നു, അവർ കഴിക്കുന്നു, അവരിടുന്ന എടിമാവുന്നു. ഒരു ദിവസം അവർ മരിക്കുന്നു, ഇല്ലെങ്കിൽ ഡിപ്രഷൻ കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥയാണെങ്കിൽ ഇത് പല പാർട്ടികളിലും സുലഭമാണ്. അപ്പോൾ MDMA പോലെയുള്ള രാസപദാർത്ഥങ്ങൾ പാർട്ടികളിൽ സുലഭമാണെന്ന് അറിയാം. ഇത്രയും വിസിബിൾ ആയിട്ടുള്ളൊരവസ്ഥയിലും എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു തടയലൊക്കെ നമുക്കിപ്പോൾ കോടികളുടെ ബിസിനസ്സാണ് ഇതിനകത്ത് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ബൾക്ക് ആയിട്ടായിരിക്കുമല്ലോ ഇത് വരുന്നത്. ഇപ്പോൾ ചെറിയ കഞ്ചാവൊക്കെ പിടിക്കുന്നത് വാർത്തകളാകുമ്പോൾ അതൊരു PR വർക്കായിട്ട് മാറുകയും ചെയ്യുമ്പോൾ ഇത്തരം ഒരു ബൾക്ക് ഒക്കെ നമുക്ക് എന്തുകൊണ്ടാണ് പിടിക്കാൻ കഴിയാത്തത്? ബോംബെയിലോ ഇല്ലെങ്കിൽ നമ്മുടെ രാജസ്ഥാൻ ബോർഡറിലോ ഇല്ലെങ്കിൽ ഈ ബാംഗ്ലൂർ, ചെന്നൈ, മൈസൂർ, ഇതൊക്കെയാണല്ലോ ഗോവ, അവിടെ നിന്നാണ് ഇതിൻ്റെ മുഖ്യമായ കേന്ദ്രങ്ങൾ. ആ രീതിയിലുള്ള കേന്ദ്രങ്ങൾ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് ആളുകൾ ആദ്യത്തെ ഇന്ത്യയുടെ പുറത്ത് നിന്ന് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, അവിടെയാണ് ഇതിൻ്റെ ഓപ്പിയമിൻ്റെ ഇതിൻ്റെ കൃഷി ഉണ്ടാവുന്നത്. ഈ എല്ലാം ഈ ഓപ്പിയം, കൊക്കീൻ, ഹെറോയിൻ, ഇതെല്ലാം ഉണ്ടാവുന്നത് ഇതെല്ലാം കൃഷിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ നമ്മുടെ കഞ്ചാവും ഇത് കൃഷിൻ്റെ ഏതൊരു രൂപത്തിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ചിലപ്പോൾ പൂ നിന്ന് ഉണ്ടാവുന്നു, ചിലപ്പോൾ അതിന് മരത്തിൻ്റെ സ്റ്റാമ്പിംഗ് ഒന്നും ഉണ്ടാവുന്നു, ചിലപ്പോൾ ജഡം നിന്നും ഉണ്ടാവുന്നു. അത് റിഫൈൻ ചെയ്തിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഈ ഇപ്പോഴത്തെ തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, ആ 3 രാജ്യങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ഈസ്റ്റ് ഇന്ത്യ സൈഡിൽ നിന്ന്, പിന്നെ വെസ്റ്റ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ നിന്നാണ് വരുന്നത്. അത് ഇപ്പോഴല്ല, അത് കഴിഞ്ഞ 50 വർഷമായിട്ട് നമ്മൾ കാണാനുള്ള ഒരു സ്നേഹമാണ്. പണ്ട് അത് റോഡ് മാർഗവും രഹസ്യമായിട്ട് ഇൻ്റർനാഷണൽ ബോർഡർ വഴി ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് എൻ്റെ നാട്ട് എവിടെയാണ്, എൻ്റെ ബിക്കാനേറിൽ ഈ കഴിഞ്ഞ 4-5 ദിവസം യുദ്ധം നടന്നില്ലേ, അത് ബ്ലാക്ക് ഔട്ടോട്ട് ഉണ്ടായ സ്ഥലമാണ് നമ്മുടെ നാട്. ഇപ്പോൾ അവിടെ ഡ്രോൺ വഴിയാണ് ഇത് സാധനങ്ങൾ വരിക. ആരോ ഡ്രോൺ വഴി വന്നിട്ട് ഇത് താഴെ ഇട്ട് ഡ്രോൺ തിരിച്ചു പോവുക. അപ്പോൾ അത്രയ്ക്ക് ഇതൊക്കെ കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ അതിന് ആളുകളെ കൊണ്ട് വരണമെന്നില്ല, അത് മെഷീൻ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോൾ ആളുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വരാനുള്ള ആ വരവ് നമുക്ക് ആർക്കും കുറയ്ക്കാനേ പറ്റുള്ളൂ. BSF ഉണ്ട് അവിടെ ബോർഡറിൽ, ആർമിയുണ്ട്, BSF, എല്ലാ ആളുകളും പിടിക്കുന്നുണ്ട്. പക്ഷെ വറവ് 2000 കിലോമീറ്ററിൻ്റെ ബോർഡറാണ്. പാകിസ്ഥാൻ ബോർഡർ രാജസ്ഥാനിൽ മാത്രം 1900 കിലോമീറ്ററാണ്. 1900 കിലോമീറ്ററിൽ എല്ലാ സ്ഥലത്തിലോ ചില സ്ഥലത്തിലോ BSFൻ്റെ ഒരു ജവാൻ പോലും കുറേ കിലോമീറ്റർ തന്നെ അവിടെ കിടക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ വരവ് നമുക്ക് തടയാൻ പറ്റില്ല. നമുക്ക് നോക്കുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് കഴിക്കില്ല,
ആ തീരുമാനം എടുത്താലേ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇത് പിടിക്കുന്നില്ലാതെന്ന ഭാവമൊന്നുമല്ല. നമ്മുടെ എല്ലാ സ്റ്റേഷനുകളിലെ എല്ലാ SIക്കാർ കൂടെ എല്ലാ റേഞ്ച് ഓഫീസിലെ പിടിക്കുന്നതിനെ കൊണ്ട് അതിന് ഇപ്പം ന്യൂസേ ഇല്ല. ഇപ്പം 5, 6 ഒരു കിലോ 2 കിലോ ഉണ്ടായാൽ അതിന് ന്യൂസ് കുറവില്ലല്ലോ. അതൊരു പുതിയ സ്റ്റൈലാണ്. ഒരു വലിയ തോതിൽ ഇപ്പോൾ ആളുകൾ അത് വിൽക്കുന്നില്ല. അതിന് ഒരു നിയമങ്ങളും അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ചെറിയ പാക്കറ്റിൽ കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ പുതിയ സ്റ്റൈൽ. അപ്പോൾ ഉദാഹരണത്തിൽ 1 കിലോ കഞ്ചാവിൻ്റെ താഴെ കൊണ്ട് ഒരാളെ പിടിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ഓർഡറുണ്ട്. 1 കിലോ താഴെ ആണെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ ജാമ്യം തരണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഒരു ഓർഡർ തന്നു. സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ജയിലുകളിലൊക്കെ 50 കിലോ പിടിക്കുന്നവരും അവിടെ ഉണ്ട്, 500 കിലോ കൊണ്ട് പിടിയിൽ വന്നവരും ഉണ്ട്. അപ്പോൾ പിന്നെ ആളുകളൊക്കെ പറഞ്ഞു അതിന് ഒരു വ്യത്യാസം വേണ്ടേ സാർ, ചെറിയ ഒരു തുക ഉണ്ടെങ്കിൽ അതിന് ഒരു പിന്നെ വർഷങ്ങൾ ജയിലിൽ കിടക്കാൻ കാര്യമില്ലല്ലോ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു 1 കിലോ. അപ്പോൾ നമ്മളെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, 800 ഗ്രാം 900 ഗ്രാമിൻ്റെ ഒരു 1000കണക്കിലെ പാക്കറ്റുകൾ ഉണ്ടാക്കി ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു. പിടിച്ചാലും അപ്പോൾ തന്നെ അവർ സ്റ്റേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റേഷനിൽ ഞങ്ങൾ ഇയാളെ പിടിച്ചിട്ട് വന്നതിന് മുമ്പ് വക്കീൽ അവിടെ കാത്തിരിക്കുക. അവരുടെ നെറ്റ്വർക്ക് ഇത്രയൊക്കെ സ്ട്രോങ് ആണ്. ശരി സാരമില്ല, 1 കിലോ താഴല്ലേ ഉള്ളൂ. അവരുടെ സ്ഥിരമായ വക്കീലുകളുണ്ട്, അറിയപ്പെടുന്ന ആളുകൾ വക്കീൽമാർ. അപ്പോൾ ആ വക്കീൽ ഒരു ലഹരി വസ്തുവിൻ്റെ ഒരു ആളിന് വേണ്ടി ആ ലഹരി വസ്തു ഒരു കുട്ടികളുടെ അടുത്ത് പോയി കുട്ടികളുടെ വേണ്ടി ഇത് മാരകമായ ഒരു വസ്തുവാണ്. ആ വക്കീലിനും എൻ്റെ അഭിപ്രായത്തിൽ ആ വക്കീൽ വിചാരിക്കണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള കേസ് ചിലപ്പോൾ വേണമെങ്കിൽ വക്കീലിന് വേണ്ടെന്ന് പറയാം. പക്ഷെ ഇത് പറയാനുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ എപ്പോഴും ഒരു വക്കീൽ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ കഞ്ചാവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സയൻസ് എഴുതുന്നവർ പോലും എഴുതുന്നുണ്ട്, അതായത് ഇത് ലീഗലൈസ് ചെയ്യാം, ഇത് കുഴപ്പമില്ല. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഭൂരിഭാഗം സ്റ്റേറ്റുകളിലും ഒക്കെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ലീഗലൈസ് ചെയ്താൽ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടും. ഇപ്പോൾ മദ്യം കൊടുക്കുന്നത് പോലെ മദ്യം ഇല്ലായിരുന്ന സമയത്ത് കള്ളവാറ്റ് നടത്തുന്നത് കൂടുന്നില്ലേ, അതേപോലെ തന്നെ ഇത് ലീഗലൈസ് ചെയ്ത് പരിഹരിക്കാമെന്ന് പറയുന്ന നിർദ്ദേശത്തോട് സാറിൻ്റെ പ്രതികരണം? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ലേഖനങ്ങൾ പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങളെ സ്റ്റഡി ചെയ്യാനും പണ്ട് ഞങ്ങൾ അമേരിക്ക വരെ പോയതാണ്. അമേരിക്കയിൽ അവർ ലീഗലായി ചെയ്തത് കാരണം ഞാൻ അവരോട് ചോദിച്ചു. അവർ ഇപ്പോൾ പോയാൽ എൻ്റെ മക്കളൊക്കെ അവിടെ ഉണ്ടെന്ന് അവരെ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ മാരിജുവാന ഷോപ്പ്, ഹുക്ക ഷോപ്പ് പറഞ്ഞിട്ട് അവർ ലോസ് ഏഞ്ചലസ് സിറ്റിയിൽ, ന്യൂയോർക്ക് സിറ്റിയിലും പിന്നെ അത് അവിടെ ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയത് ഒരു 2 വർഷമേ ആയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വൈ ആർ യു ഡൂയിങ് ഇറ്റ്, വൈ ആർ യു മേക്കിംഗ് ഇറ്റ് ലീഗലൈസ്? അവർ പറഞ്ഞു സാർ ഞങ്ങൾക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും. അവർ പറഞ്ഞു അമേരിക്ക ഇത് മൊത്തം നശിച്ച് കഴിഞ്ഞു. അവരുടെ മിനിസ്റ്റർ ലെവലുള്ള ഒരാൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്. ഇന്ത്യയിൽ നിന്ന് ഒരു ഡെലിഗേഷൻ പോയിരുന്നു ഇതിനെ സംബന്ധിച്ച് ഇത് പഠിക്കാൻ വേണ്ടി. അതിന് ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ഇല്ലാത്ത അമേരിക്കയിൽ ഒരു സ്ഥലവുമില്ല. പിന്നെ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെയും ചിലപ്പോൾ വേണമെങ്കിൽ ഒരു അമ്മമാർ കുട്ടികൾക്ക് 2 അടി കൊടുക്കാറുണ്ട്, ഒരു രോഷത്തിലും സംസാരിക്കുന്നുണ്ട്. അതും അവിടെ അമേരിക്കയിൽ ചിന്തിക്കാൻ പോലെ പറ്റില്ല. ഒരു 5 വയസ്സുകാരന് ഒരു അമ്മ എന്തെങ്കിലും ഒരു ക്രോധത്തിൽ സംസാരിച്ചാൽ 9/11 വിളിച്ചാൽ അമ്മ ജയിലിലാണ് പോകുന്നത്. കുറേ അമ്മമാർ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ അതൊരു സൊസൈറ്റി, അത് അമേരിക്കൻ സൊസൈറ്റിയാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അത് തടയാനും പറ്റുന്നില്ല. പിന്നെ ഇത് കൊണ്ട് ഉണ്ടാവുന്ന കുറേ പൈസ റവന്യൂ ഞങ്ങൾക്ക് കിട്ടാമായിരുന്നും അതും കിട്ടുന്നുമില്ല. അപ്പോൾ റവന്യൂ കിട്ടട്ടെ, ഇവർക്ക് ഏതായാലും റവന്യൂ കിട്ടട്ടെ. പിന്നെ മെഡിക്കലായിട്ടൊക്കെ ആർക്കും വല്ല ആവശ്യമുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചിട്ട് പോയിക്കോട്ടെ. ലഹരി വസ്തു വീട്ടിൽ കഴിക്കാൻ അമേരിക്കയിൽ കുറ്റമൊന്നുമല്ല. ആ ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കണം. റീക്രിയേഷണൽ ഡ്രഗിൻ്റെ പേരിൽ അവർ എല്ലാം കഴിക്കുന്നുണ്ട്. അമേരിക്കയിൽ അവർ പറയുന്നത് ഒരു കുട്ടിയും ഒരു തെറപ്പിസ്റ്റ് ഇല്ലാത്ത ഒരു കുട്ടിയും ഇല്ല. അവർ കഴിക്കുകയും ചെയ്യുന്നു, പിന്നെ അതേസമയം ഞാനിത് കഴിക്കുന്നുണ്ടും വന്നിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതൊന്നും നടക്കൊന്നുമില്ല. അവിടെ അവർ ലീഗലൈസ് ചെയ്തത് മാരിജുവാന എൻ്റെ മട്ട പേനാണ് നമ്മളെ കഞ്ചാവ്.
ശരി, അവിടെ ഒരു എല്ലാ 50 രാജ്യങ്ങളിൽ 50 സംസ്ഥാനങ്ങളിൽ ഒരു 30ഓളം സംസ്ഥാനത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. ബാക്കി 20ൽ അവർ ചെയ്തിട്ടൊന്നുമില്ല. അവിടെയും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ ഒരു ഡോക്ടർ പറഞ്ഞിട്ടാണോ, ഇയാൾ അഡിക്റ്റ് ആണോ, ഇയാളിത് കുറഞ്ഞു കൊണ്ടിരിക്കുകയാണോ, അതിനു വേണ്ടി മാത്രമാണോ, അത് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളെക്കാളും 400 വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ്. അവരോട് നമുക്ക് ഒരു തുലനവും ഇല്ല. നമ്മൾ അത്രയും മാനസികമായ രീതിയിൽ ബൗദ്ധികമായിട്ട് നമ്മൾ വളർത്തിയിട്ടില്ല. ഇവിടെ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ഇത് ഇന്ന് ഒരു കഞ്ചാവ് ചിലപ്പോൾ ഒരു 2 ഗ്രാമോ 5 ഗ്രാം വരെയോ ഒക്കെ ശരി, ഇയാൾ ഇതിൻ്റെ അടിമയായിപ്പോയി, അടിമതിന് താഴത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇയാൾ ഒരു മാസത്തിൽ ഇത് ചിലപ്പോൾ ഇത് മൊത്തം ഇത് പുറത്ത് വരും. അങ്ങനെ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഈ ലഹരി കഞ്ചാവിന് ലീഗലായി ചെയ്തു എന്നേ ഇരിക്കട്ടെ, നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആരോ ഒരു കോടതിയിൽ പോകും. ജസ്റ്റ് നമ്മുടെ കഞ്ചാവ് 5 ഗ്രാം വരെയൊക്കെ സാർമാർ അനുവദിച്ചല്ലോ, ഇനിയും ഇത്തിരി 2 ഗ്രാം ഒരു ഹെറോയിൻ ഒന്ന് ചെയ്താൽ കൊള്ളാം. ഇത് എങ്ങനെ തടയാൻ പറ്റും? കോർട്ടൊക്കെ നോക്കുന്നത് സിമിലാരിറ്റിയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. നമുക്ക് കോടതി ചോദിക്കും, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, സർക്കാരിന് എന്തോ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുമെന്നാണ്. സർക്കാരിന് അത് പറയാൻ പറ്റുമോ? കഞ്ചാവ് അത്രയും മോശമായ സാധനം ഒന്നുമില്ല, ഹെറോയിൻ അതിനേക്കാളും മോശമാണെന്ന് അത് ആർക്കും പറയാൻ പറ്റില്ല. മോശമായ സാധനമാണ്. കാരണം സർക്കാർ നിരോധിച്ചിരിക്കുന്നത് കഞ്ചാവ്, ഓപ്പിയം, ഹെറോയിൻ, MDMA എല്ലാം പുകയില സാധനങ്ങൾ, പാനപ്പരാഗ്, പാൻ മസാല, ജലത, കുട്ടിക്ക, ഖനി, ഹാൻസ് നിയമത്തിൻ്റെ പേരിൽ ഇതെല്ലാം നിരോധിച്ചിരിക്കുന്നു. അതിനകത്ത് ഏതോ ഒരു സാധനം ഗവൺമെൻറ് ഇത് പെർമിഷൻ കൊടുക്കുന്നു. ബാക്കി സാധനങ്ങളിൻ്റെ പെർമിഷൻ എന്തുകൊണ്ട് കൊടുത്തൂടേന്ന് അതിന് മറുപടി സർക്കാരിന് പറയാനാവില്ല. അപ്പോൾ അതൊരു പരിഹാരമല്ല. അതൊന്നും പരിഹാരമല്ല. അതുപോലെ തന്നെ സർ, ഇപ്പോൾ കറണ്ട് കട്ടെടുക്കുന്നവർക്കെതിരായിട്ട് വിജിലൻസ് കമ്മീഷണറായിരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ സർക്കാരിന് വലിയൊരു ധനസമാഹരണ മാർഗമായി മാറുകയാണ്. അതായത് ഒരു നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ച് കാശ് കൊണ്ടുവരികയാണ്. അത് വലിയൊരു മാറ്റമാണ്. ഒരുപക്ഷെ ഒരു സപ്പോർട്ട്, സർക്കാരിൻ്റെ തന്നെ അകമഴിഞ്ഞ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഒരു നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ കിട്ടാനുള്ള സാധ്യതയും കൂടെയാണത്. അത്തരത്തിലും സാർ അന്ന് ചിന്തിച്ചിരുന്നോ? ഇത്രയും ഇങ്ങനെ കട്ടെടുക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു റവന്യൂ ജനറേഷൻ കൂടി അതിനകത്ത് അന്ന് സാർ കണ്ടിരുന്നു? നമ്മൾ തുടങ്ങിയപ്പോൾ ഒരിക്കലും ഞങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല. 3 തരത്തിലുള്ള കണക്ഷനാണ് നമ്മുടെ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ. 1 അഗ്രികൾച്ചർ, 2 നമ്മുടെ വീടുകളിൽ, 4 തരത്തിലുള്ള കണക്ഷനാണ്. 1 അഗ്രികൾച്ചർ കണക്ഷൻ, പിന്നെ വീടുകളുടെ കണക്ഷൻ, 3-മത്തെ ചെറിയ ഈ ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, സിനിമ ഹാൾ, ഇതൊക്കെ. 4-മത്തെയാണ് ഇൻഡസ്ട്രീസ്. ഈ 4 തരത്തിലുള്ള കണക്ഷനുണ്ട്. ഇവിടെ മോഷണം അന്ന് ആ സമയത്തിൽ, ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, മോഷണം നടക്കുന്നത് എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ ആ സമയത്ത് ഞാനുണ്ടായ സമയത്തിൽ അഗ്രികൾച്ചറിൻ്റെ പെർ യൂണിറ്റ് 2 രൂപയായിരുന്നു. വീടുകളിലുള്ള അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി 3 രൂപ ആയിരുന്നു. പിന്നെ ഈ റെസ്റ്റോറൻറ്റൊക്കെ ഇതൊക്കെ 6 രൂപ ആയിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള അതിനെ സംബന്ധിച്ച് 8 രൂപ മുതൽ 10 രൂപ ആയിരുന്നു. അപ്പോൾ ഈ അന്ന് ഒരു മോഷണത്തിൻ്റെ ഒരു വഴി, നമുക്ക് ആവശ്യമുള്ള കണക്ഷൻ്റെ ഒരു ലെവൽ താഴത്തിലുള്ള കണക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർ അഗ്രികൾച്ചർ കണക്ഷൻ കൊണ്ട് അതിൻ്റെ പേരിലെ കണക്ഷൻ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു രൂപയുടെ 1-2 രൂപയുടെ വ്യത്യാസം എപ്പോഴും കുറവായിട്ട് തരാമല്ലോ. അതുപോലെ ഒരു ചെറിയ ഹോട്ടലോ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെ പേരിൽ എടുത്താൽ മതി. അവർ എടുക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നു ഞങ്ങൾ കൂടുതൽ ഒരു വലിയ ഫാക്ടറി ആണെങ്കിൽ ഫാക്ടറിൻ്റെ പേരിൽ ഒരു ചെറിയ ഹോട്ടലോ ചെറിയ റെസ്റ്റോറൻറ്റിൻ്റെ പേരിൽ അതിൻ്റെ ഒരു കണക്ഷൻ എടുക്കുകയായിരുന്നു. അത് ഒരു വഴിയായിരുന്നു. അങ്ങനെ നമ്മുടെ പൈസ മോഷ്ടിക്കുക. 2-മത്തെ വഴിയായിരുന്നു മീറ്ററിൽ തന്നെ കൃത്രിമം കാണിക്കുക. അന്ന് മാനുവൽ മീറ്ററൊക്കെ ആയിരുന്നു. അന്നാണ് ആരാണ് മുഹമ്മദ് സാറൊക്കെ, പിന്നെ നമ്മുടെ ഈ മോഡേൺ മീറ്റേഴ്സൊക്കെ
ഡിജിറ്റൽ മീറ്റേഴ്സൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ സമയത്തിലാണ്. ആ മാനുവൽ മീറ്ററിലൊക്കെ മോഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഈ 2 രീതിയിലായിരുന്നു നമ്മൾ മോഷണങ്ങൾ കൂടുതൽ. അപ്പോൾ ഞങ്ങളത് ഓരോ മാസത്തിൽ ഒരു ജില്ലയിൽ പോയി അതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. മോഷണം ചെയ്യാനുള്ള ആളുകൾ ആരൊക്കെയാണ് അതിന് സാധ്യതയുള്ള അങ്ങനെ സംശയപ്രദമായ ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ഇത് മൊത്തം അവിടെ ഒരു APTS സ്ക്വാഡ് ഉണ്ട്, ആൻറ്റി പവർ തെഫ്റ്റ് സ്ക്വാഡ്. എല്ലാ ആളുകളെയും ഒരേ ജില്ലയിൽ വിളിച്ചിട്ട് 3 ദിവസം ഞങ്ങൾ നോക്കും. ഒത്തിരി എത്ര പൈസ കിട്ടിയെന്ന് അറിയാമോ? അപ്പോൾ മന്ത്രി തന്നെ വിളിച്ച് ആരുടെ സ്ഥലത്ത് തന്നെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായില്ല. ഇപ്പോൾ ഇത് കേരളത്തിൽ അന്ന് ഈ ടോഡ് 2004-05 അന്ന് 55 ലക്ഷം കണക്ഷനേ ഉള്ളൂ എന്ന്. 55 lakhs. ഇപ്പം കൂടുതലേ, ഇപ്പോൾ 85 lakhs ആയെന്ന് തോന്നുന്നു. 55 lakhs കണക്ഷൻ ഉള്ളൂ, പെർമനൻ്റാണ്, ഫിക്സ് ആണ്. പുതിയ എക്സ്ട്രാ റവന്യൂ ജനറേഷനിൻ്റെ ഒരു മാർഗവും കാണുന്നില്ല. എന്നിട്ടും രാവിലെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് 1 കോടി രൂപ കൂടുതൽ കാണുന്നു. കുറച്ച് ദിവസം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ 1 കോടി രൂപ എവിടെ നിന്നാണ് വരിക. പിന്നെയാണ് മനസ്സിലാക്കുന്നത് മോഷ്ടിക്കുന്ന ആളുകൾ മോഷണം നിർത്തി മേടിച്ചിട്ട് അവരുടെ ബില്ല് തരാതെ തുടങ്ങി. പിന്നെ നിങ്ങൾ പോയി അത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട്, കാരണം അവർക്ക് ഒരു മോഷണം വിദ്യുത്ത് മോഷണം പിടിച്ചാൽ അതൊക്കെ ഫൈന് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. അത് എഞ്ചിനീയർമാർ ചെയ്യുകയായിരുന്നു. ഇതെല്ലാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് 1 കോടി രൂപ ദിവസേന. അപ്പോൾ ഞാനവിടെ 2 വർഷമുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ സർ ഇപ്പം മരിച്ചുപോയി. മനോഹരൻ സർ എൻ്റെ സെൻഡ് ഓഫ് പാർട്ടീനെ പറഞ്ഞതാണ്, നിങ്ങൾ 700 ദിവസം എവിടെ ഇരുന്നു, ഞങ്ങളുടെ 700 കോടി രൂപയാണ് ക്യാഷിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് കേരള ഇലക്ട്രിസിറ്റി വിഭാഗം നിന്ന് തിരിച്ച് കിട്ടിയത്. അതുപോലെ തന്നെ ഈ കോപ്പിറൈറ്റിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലാതിരുന്നൊരു സമയത്താണ് ഈ CD റൈഡ് വരുന്നത്. ഈ CD റൈഡ് വരുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു വ്യവസായമായിരുന്നു. ആ വ്യവസായത്തിൻ്റെ മുഖം മാറിയിട്ടുണ്ട്. ഈ CD കടകൾ പലതും മൊബൈൽ ഷോപ്പുകളായിട്ട് മാറാനുള്ള ഒരു കാരണമൊക്കെ ഈ CD റൈഡ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരുകയും അങ്ങനെ പോവുകയും ചെയ്യേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആ മാറ്റം വരുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് പേരുടെ ഒരു 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 മാർഗമായിരുന്നു, ജീവിത മാർഗമായിരുന്നു. അത് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് സാറ് ആലോചിക്കുന്നുണ്ടായിരുന്നോ? അതെങ്ങനെയായിരുന്നു സാറിൻ്റെ മനസ്സിലുണ്ടാക്കിയ കോൺഫ്ലിക്റ്റ്? ഇത് നിയമം ഞങ്ങൾ വായിച്ചു. അത് ഗവൺമെൻറ് തന്നെയാണ് ആൻറ്റി പൈറസി ഓഫീസർ ഉണ്ടാക്കി, ആൻറ്റി പൈറസി ഓഫീസറായിട്ട് നിയമിച്ചത്. ഇതൊരു നിയമം തന്നെ പറയാൻ വെച്ചാൽ ഒന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു നിയമമാണ്. അത് ഇതുവരെ ഇന്ത്യ രാജ്യത്തിൽ ഒരു സ്ഥലത്തിലും അത് നടപ്പാക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഉദാഹരണത്തിൽ ഇത് ആയിരുന്നു നമ്മുടെ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് ഉദാഹരണത്തിൽ ഒരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ അതിൻ്റെ ഉടമസ്ഥൻ. ഡയറക്ടറൊക്കെ എല്ലാം അവിടെ ജോലി ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. ഈ സിനിമയെ ഒരു സുപ്രഭാതത്തിൽ ഈ പ്രൊഡ്യൂസർ ചിലപ്പോൾ CD-യിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു വ്യവസ്ഥ ഉണ്ട്. ഞാനും പറയുന്നത് അത് നിയമമാണ്. ഇനിയും വ്യവസ്ഥ എന്താണെന്ന്, ഏതോ ഒരു CD ഉണ്ടാക്കുന്ന ആളും ഈ ആളും ഒരു കരാർ വെക്കണം. ഞാൻ എൻ്റെ സിനിമ താങ്കളെ മൊത്തം താങ്കളാണ് ഇന്ന് മുതൽ അതിൻ്റെ പൈസ ഒക്കെ എത്രയാണ് കരാറിലൊക്കെ എഴുതണം. ഇപ്പോൾ നിങ്ങളായിരിക്കും ഇതിൻ്റെ ഉടമസ്ഥൻ കേട്ടോ. പിന്നെ ആ ആൾ അവൾ പറയണം, തങ്ങളുടെ സിനിമ എടുത്തിട്ട് ഞാൻ ഇതുകൊണ്ട് 5000-ഓ 10,000-ഓ 20,000 CD-കൾ ഞാൻ ഉണ്ടാക്കും. കാരണം അവിടെ ഉണ്ടാക്കുന്ന പോലത്തെ പൈസ ഇയാൾ ഈ മറ്റേ സിനിമേൻ്റെ ഉടമസ്ഥൻ, സിനിമ ഉണ്ടാക്കിയ പ്രൊഡ്യൂസറിനും അവർ തരേണ്ടതാണ്. അത് ഒന്ന്. പിന്നെ നമ്മുടെ ഒരു ചെറിയ നമ്മുടെ കടകളുണ്ട്. പിന്നെ വേറെ ഒരു കരാറുണ്ടാവണം. ആ കടകാരും ഈ അവിടെ നിന്ന് CD റൈറ്റ്സ് വാങ്ങിയ ആളുകൾ തമ്മിൽ അത് അവിടെ നമ്മൾ പോകുമ്പോൾ അത് കാണും. ആ 2 കരാർ അവിടെ കാണണം. ഒരു കരാർ ആ സിനിമ പ്രൊഡ്യൂസറും പിന്നെ ഈ ഒരു CD ഉണ്ടാക്കിയ ആളുകൾ തമ്മിലുള്ള കരാറും അവിടെ ഉണ്ടാവണം. ഇത് CD-ൻ്റെ മൊത്തം റൈറ്റ്സ് എടുത്തിരിക്കുന്ന ആളും ഇത് ഈ കടക്കാർക്ക് നിങ്ങളാണ് ഈ ഇത്രയും CD-കൾ നിന്നെ നാട്ടുകാരെ കൊടുക്കാൻ വേണ്ടി, വാടക കൊടുക്കാൻ വേണ്ടിയോ വാങ്ങാൻ വേണ്ടിയോ ഞാൻ നിന്നെ അവകാശം കൊടുത്തിരിക്കുന്നു. ഒരു സ്ഥലത്തിലും ഇന്ന് വരെ അങ്ങനെ 2 കരാർ ഒരു സ്ഥലത്തിലും കിട്ടിയിട്ടില്ല എന്നാണ് സത്യം. ഇതിനകത്ത് നമ്മൾ ഒരു വ്യവസ്ഥ, ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് അത് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഗുണവും ഉണ്ടായി.
അന്നത്തെ ഹോം മിനിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണൻ സാർ എന്ന് വിളിച്ച് ചോദിച്ചു, ഇത് കൊണ്ട് വല്ല ഗുണമുണ്ടാവുന്നുണ്ടോ? അപ്പം ഗുണമൊക്കെ ഉണ്ടായി. കോടിക്കണക്കിന് 1000 കോടിക്കണക്കിനൊക്കെ പൈസ ആളുകൾ പിന്നെ സി ഡിയിൽ വ്യാജമായ CD നമ്മൾ പിടിക്കുമ്പോൾ പിന്നെ ആളുകൾക്ക് CD കിട്ടാതെയായി. അവരെല്ലാം സിനിമ ഹാളിൽ പോയി സിനിമ കാണാൻ തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥ നോക്കി. ഇവിടെ ഒരു ദിവസം പോലെ ഒരു രാവിലെ 8 മണിക്ക് ആദ്യത്തെ ഷോ ഇറങ്ങുമ്പോൾ അതിൻ്റെ 2 മണിക്കൂർ ശേഷം എമ്പുറാൻ സിനിമ എന്ന് നമ്മൾ കണ്ടില്ലേ, പത്രത്തിൽ വന്നതാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, പോലീസ് ഒരു സീനിയർ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? സാർ, ഇയാൾ നോർവേയിലാണ് ഇരിക്കുന്നത്, ആൾ നോർവേയിൽ ഇരിക്കുന്നു. ഇതിൻ്റെ സെറ്റപ്പ്, അതായത് ഇതിൻ്റെ എന്തോ സെർവറൊക്കെ അത് ഏതോ ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയോ റൊമാനിയോ അവിടെയോ ഒക്കെ കിടക്കുന്നു. എങ്ങനെ തടയാൻ പറ്റും? തടയാൻ പറ്റില്ല. നോർവേയിൽ ആർക്കും ഇവിടുന്ന് ആർക്കും പോകാൻ പറ്റുന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദൂഷ്യം ചെയ്താൽ അപ്പോൾ പിന്നെ എത്രയോ ഈ സിനിമനെ കാണാതെ ഇരിക്കാൻ ഒത്തിരി ആളായല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ആ പ്രിൻ്റ് റിവ്യൂ നമ്മൾ പ്രിൻ്റിൽ കണ്ട പോലെ സിനിമ. അപ്പോൾ അതും ഒരു അന്നും ആവശ്യമായിരുന്നു, ഇനിയും അതും ആവശ്യമാണ്. ഇനി അത് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അന്ന് CD പ്രശ്നമുണ്ടായിരുന്നു. തമിഴ്നാടിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അന്നും ഞാൻ ഇവിടെ പിന്നെ ഒരു കേരള സർക്കാർ ഒരു ആക്ട് ഉണ്ടാക്കി. ആ ആക്ട് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ്. 11 സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ പഠിച്ചിട്ടാണ് വീഡിയോ ഈ നമ്മുടെ CD ജയപരായുടെ 11 സ്റ്റേറ്റുകളിൽ നിയമങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അത് പഠിച്ചിട്ട് ഏറ്റവും നല്ല സ്ട്രിക്റ്റ് ലോ ആയിരുന്നു തമിഴ്നാട്ടിൽ. അവർ ഒരിക്കലും അത് ആളിനെ പിടിച്ചിട്ട് അത് പിന്നെ ഒരു ജയിലിൻ്റെ വ്യവസ്ഥ ഉണ്ടായിരുന്നു. കുറേ വർഷം ജയിലിൽ കിടക്കും വന്നിട്ട് അതെല്ലാം എഴുതി. ഇപ്പോൾ ആ നിയമത്തിൽ ഇപ്പോൾ അത് പിന്നെ ഗുണ്ട ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ആ വീഡിയോ പൈറസി ഇപ്പോൾ ഗുണ്ട ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു. ഇപ്പോൾ ഗുണ്ട ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ശേഷം പിന്നെ ആ പരിപാടി ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. CD ബന്ധമില്ലാതെ ഇപ്പോൾ പുതിയ അത് യൂട്യൂബൊക്കെ വന്ന ശേഷം അതിൻ്റെ ഇത് അടിസ്ഥാനമല്ലാതെ പോയി. അത് തന്നെത്താനാണ് ആ വ്യവസായം പോയത്. പക്ഷേ ഇതിൻ്റെ പുതിയ സിനിമ നാട്ടുകാർ സിനിമ ഹാളിൽ മാത്രം കാണാനുള്ള ആ ഉറപ്പ് ഇവർക്ക് ഇതുവരെ ആർക്കും ഒന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അമേരിക്കയിലൊക്കെ വളരെ ശക്തമായ നിയമങ്ങളുണ്ട്. എന്തുകൊണ്ട് അമേരിക്കയിൽ ഹോളിവുഡിൽ ഇറങ്ങിയ സിനിമകൾ അത്രയും പെട്ടെന്ന് ഈ യൂട്യൂബിലോ ഇല്ലെങ്കിൽ അത് മോഷ്ടിച്ചിട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുന്നൊന്നുമില്ല. നമ്മുടെ ആ നിയമങ്ങൾ ഇനിയും കൊണ്ടുവരേണ്ടതാണ്. ഒരു CD ഒരു കട ആണെങ്കിൽ ഒരു CD ആകെ ഒരാളല്ലേ CD കൊടുക്കുകയുള്ളൂ. ഒരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഏകദേശം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിനെ കൊണ്ട് സിനിമ ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും ഒരു 10, 300, 400 ആളുകളല്ലേ അതിൻ്റെ പുറകിൽ. ആ 400 ആളുകളുടെ അവരൊക്കെ ജീവിച്ച് പോകുന്നത് ഒരു സിനിമ കൊണ്ട് മാത്രമാണ്. അതായത് സിനിമ ഉണ്ടാക്കിയ ശേഷം ആളുകൾ സിനിമ ഹാളിൽ പോയി കണ്ടാൽ എല്ലാ ആളുകൾക്ക് മുതലുണ്ടാവും. ജയിലിൽ ഫോണെ ഉണ്ട്. അല്ല, സർക്കാർ തന്നെ പറഞ്ഞു അവിടെ മൊബൈൽ ഫോണുകൾ അത് നിയന്ത്രിക്കണമെന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ ആരോട് ചോദിച്ചത് കാര്യമില്ലല്ലോ. കണ്ണൂർ ജയിലിൽ 500ഓളം അന്നത്തെ റേഡിയോയിൽ തന്നെ 300ഓളം 400ഓളം ഫോണുകൾ കിട്ടി. പിന്നെ അവരാളുകളെ കാണാവുന്ന രീതിയിലോ ഒക്കെ വളരെ കർശനമാക്കി അത് കുറഞ്ഞു. ഇതിന് വലിയ രഹസ്യമൊന്നുമില്ല. നമ്മൾ കർശനമായാൽ ആ രീതിയിൽ നോക്കിയാൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.